ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടുകൂടി അൾത്താരയിലായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനെ നോക്കിക്കൊണ്ട് ഈ നിമിഷം കർത്താവിനെ ആരാധിക്കാം. സ്നേഹമായ ദൈവം തിരുവോസ്തുരൂപനായതായി അൾത്താരയിൽ നമ്മുടെ കൂടെ ഒരു കയ്യാക്കലത്തിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നു. നമ്മളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും നമ്മളെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാനും എല്ലാ കൃപകളും നൽകുവാനായതായി അൾത്താരയിൽ കർത്താവിത നമ്മുടെ കൂടെ ആയിരിക്കുന്നു. ദൈവം ഇമ്മാനുവേലാണ് എന്നുള്ളത് ശക്തമായി ദൈവം തെളിയിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യത്താൽ നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ് ഈ കൃപയുടെ സമയം. കർത്താവിൻ്റെ കൃപ ധാരാളമായ മനുഷ്യവംശം മുഴുവനിലേക്കും ഒഴുകുന്ന സമയം. കർത്താവിൻ്റെ കാരുണ്യം വലിയ കടലുപോലെ നമ്മുടെ ജീവിതത്തെ അനുഭവേദ്യമാക്കുന്ന നിമിഷമാണ് ഈ നിമിഷം. കർത്താവിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ കരുതലിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. പൂർണ്ണമായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 13 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോ
അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവൻ മലമുകളിലേക്ക് കയറിയിട്ട് അവർ തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. തന്നോടുകൂടെ ആയിരിക്കുവാനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. തനിക്ക് ഏറ്റവും പ്രിയമുള്ള, തനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയവരെ ദൈവം തൻ്റെ പക്കലേക്ക് വിളിക്കുകയാണ്. തൻ്റെ ദൗത്യം ഇവരിലൂടെ പൂർത്തിയാക്കുവാനായിട്ട് വലിയ അധികാരം നൽകി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അപ്പോസ്തലന്മാരായി നിയമിക്കുന്നത് നമ്മൾ വചനത്തിൽ കാണുന്നു. ഈശോയുടെ കൂടെ നടന്നവരാണ്. ഈശോ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണുകയും ഈശോ ചെയ്ത ഓരോ സൗഖ്യ പ്രവർത്തികളും അത്ഭുത പ്രവർത്തികളും കണ്ട് കർത്താവിനെ ആരാധിച്ച് കർത്താവിൻ്റെ കൂടെ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുവിൻ്റെ കൂടെ നടന്നവരാണ് ഈ 12 പേര്. പക്ഷേ ഈ 3 വർഷത്തിൻ്റെ അവസാനം അവരിൽ യൂദാസ്കറിയാത്തായ്ക്ക് ഒരു മാറ്റം വരികയാണ്. ഇത്രയും നാളും തൻ്റെ ഗുരുവിൻ്റെ കൂടെ നടന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ ആ ഗുരുവിൻ്റെ ആ ഒരു പ്രാധാന്യം അവന് നഷ്ടപ്പെട്ടു പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം, അവിടെ ഈ രണ്ട് ശിഷ്യന്മാരുടെ ഒരു വലിയ വീഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, യൂദാസ്കറിയാത്തായുടെ ഒരു വലിയ വീഴ്ച. അവൻ തൻ്റെ പ്രിയപ്പെട്ട ഗുരുവായ ഈശോയെ 30 വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്നു. ആ ഒരു വലിയ ഒരു വീഴ്ച അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെയ്യുന്നതെന്ന് അവന് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചില്ല. ഇത്രയും നാളും കൂടെ നടന്നപ്പോൾ തൻ്റെ ഏറ്റവും പ്രിയ സ്നേഹിതനായി ഈശോ കണക്കാക്കിയ ആ യൂദാസ്കറിയാത്ത 30 വെള്ളി നാണയം കണ്ടു കഴിഞ്ഞപ്പോൾ ധനമോഹത്തിൻ്റെ ആ ഒരു വലിയ ബുദ്ധിമുട്ടിൽ, അല്ലെങ്കിൽ ആ ഒരു വലിയ പ്രലോഭനത്തിൽ വീണുപോയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഏറ്റവും പ്രഥമസ്ഥാനികനായ ഗുരുവിനെ അവൻ ഒറ്റിക്കൊടുക്കുകയാണ്. ഒരു ചുംബനം കൊണ്ട് ഈശോയുടെ അടുക്കൽ വന്ന് ഈശോയ്ക്ക് ഒരു ചുംബനം കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇവരെയാണ് നിങ്ങൾ പിടിക്കാൻ വെച്ചിരുന്നത്. അപ്പോൾ ഈശോ തിരിച്ച് ചോദിക്കുന്നൊരു ചോദ്യം, സ്നേഹിത. ഈശോ യുദാസിനെ വിളിക്കുന്നത്, അപ്പോഴും വിളിക്കുന്നത് സ്നേഹിത എന്നാണ്. നീ എന്തിനാണിത് ചെയ്യുന്നത്? നീ ചെയ്യുന്നത് എന്താണെന്ന് നീ അറിയുന്നുണ്ടോ? ആ ഒരു വലിയ അറിവില്ലായ്മയിൽ അവൻ തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ അയ്യോ അവൻ ചെയ്ത തെറ്റ് എന്താണെന്ന് അവന് മനസ്സിലാക്കുകയും അതേക്കുറിച്ച് അവൻ വിഷമിക്കുകയും ചെയ്യുന്നതായിട്ട് വചനം പറയുന്നുണ്ട്. അവനതെല്ലാം കൊണ്ട് ഉപേക്ഷിച്ചു. അവനെ പാപത്തിലേക്ക് സഹായിക്കുവാനായിട്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ തള്ളിപ്പറഞ്ഞു. ആർക്കും വേണ്ടാത്ത ആ 30 വെള്ളി നാണയം പോലും ഭണ്ഡാരത്തിലിടാൻ അവൻ അനുവദിച്ചില്ല. അത്രമാത്രം ഒരു പരിത്യക്തമായ അനുഭവത്തിലൂടെയാണ് യൂദാസ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ശിഷ്യൻ, അപ്പോസ്തല ഗണങ്ങളിൽ പ്രധാനിയായിരുന്ന പത്രോസ്, മീൻപിടുത്തക്കാരനായി കടൽ തീരത്തുകൂടെ മീൻ പിടിച്ച് നടന്നവനെ പിടിച്ച് അവനെ ഒരു ഉന്നത സ്ഥാനീയനാക്കി പ്രഥമ വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ആ 12 പേരെയും നയിക്കുവാനായിട്ട് അവനെ കേപ്പയാക്കി, അല്ലെങ്കിൽ പാറ പോലെ അവനെ പടുത്തുയർത്തിയതാണ്. സഭയുടെ എല്ലാ കാര്യങ്ങളും അവനെ ഏൽപ്പിച്ച് അവനെ വളർത്തിയെടുത്ത ഈശോ, ആ ഈശോയെ തൻ്റെ പരിചാരകരുടെ മുമ്പിൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഒറ്റിക്കൊടുക്കുന്ന പത്രോസിനെ നമ്മൾ കാണുന്നു. ഇതിനു മുമ്പ് ഈശോ കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവെ അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് പറഞ്ഞ വ്യക്തിയാണ് പത്രോസ്. അവൻ്റെ ജീവിതത്തിൽ അവിടെ അവന് തെറ്റുപറ്റിപ്പോയി എന്നൊരു വലിയ ഒരു ചിന്തയുണ്ടാകുമ്പോൾ അവൻ മനസ്സ് നുറുങ്ങി കരഞ്ഞുവെന്ന് വചനം പഠിപ്പിക്കുന്നു. ഈ 2 പേരുടെയും ജീവിതത്തിൽ
ദൈവം അവരെ രണ്ടുപേരെയും തൻ്റെ സ്വന്തമായി താൻ സ്നേഹിക്കുന്നവരായി അവരെ തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ കുറവുകളോടുകൂടി കർത്താവ് അവരെ സ്വീകരിച്ചു. പക്ഷേ ആ ഈശോയെ മനസ്സിലാക്കുവാനും ആ സ്നേഹത്തിൻ്റെ ആഴം എന്തുമാത്രമുണ്ടെന്ന് മനസ്സിലാക്കുവാനും അവരൊരു നിമിഷം മറന്നുപോയി. അവരുടെ ജീവിതത്തിലൊരു വലിയ തെറ്റാണ് സംഭവിച്ചത്. പക്ഷേ ഈ രണ്ടു പേരിൽ ഒരാൾ ചെയ്ത ഒരു കാര്യം, യുദാസ് ഓർത്ത് വിഷമിച്ചുകൊണ്ട് അവൻ പോയി അവൻ്റെ ജീവൻ ഒടുക്കുകയാണ്. അതേ സമയത്ത് പത്രോസ്ലീഹ ആഴമായ വേദനയോടെ അനുതാപത്തോടെ ഹൃദയം നൊന്ത് കരഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു. തിരിച്ചു വരുമ്പോൾ ഉത്ഥാനത്തിന് ശേഷം ഈശോ കണ്ടുമുട്ടുമ്പോൾ ഒരു കാര്യവും പറയാതെ അവരെ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഈശോ അത്രമാത്രം കരുണ കാണിച്ചു. അതിനുശേഷം പത്രോസ്ലീഹായ്ക്ക് അങ്ങനെ ഒരു വീഴ്ചയെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം ആഴമായ ബോധ്യമായിരുന്നു അവരുടെ ജീവിതത്തിൽ ലഭിച്ചത്. ഇത്രമാത്രം സ്നേഹിക്കുന്ന ഈശോ, ഇത്രമാത്രം കരുതുന്ന എൻ്റെ ഗുരുവിനെ എൻ്റെ ജീവൻ പോയാലും ഞാൻ തള്ളിപ്പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ പ്രഘോഷിക്കുന്ന പത്രോസ്ലീഹായെ നമ്മൾ കാണും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് യഥാർത്ഥ അനുതാപത്തോടെ മാനസാന്തരത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ്. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 14-ാമത് അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്ന കാര്യം, ഇസ്രായേലിൽ നിന്റെ ദൈവമായ കർത്താവെങ്കിലേക്ക് തിരിച്ചു വരിക. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത്. കുറ്റമേറ്റു പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരിക. അനാഥർ അങ്ങയിൽ കാരുണ്യം കണ്ടെത്തുന്നു. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് യഥാർത്ഥ അനുതാപത്തോടെ മനസ്സ് നുറുങ്ങിയ പത്രോസ്ലീഹ കരഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ കാരുണ്യം അവൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി. അവൻ്റെ ജീവിതത്തെ പ്രകാരം ക്രമീകരിക്കണമെന്നുള്ള ഒരു വലിയ ബോധ്യം അവിടെ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ നിമിഷം കർത്താവിൻ്റെ കാരുണ്യം ധാരാളമായി കൃപയായി അനുഗ്രഹമായി പെരുമഴ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്ന ഈ ഒരു നിമിഷം നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അനുതാപത്തിൻ്റെ ജീവിതങ്ങളായി, മാനസാന്തരത്തിൻ്റെ ജീവിതങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ. എളിമപ്പെടാനും നിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനുമായിട്ടുള്ള കൃപ തരണമേ എന്ന് ഈ ആരാധനയുടെ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കും. വളരെ പ്രത്യേകമായി കർത്താവേ, നിൻ്റെ കരുണ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ കാരുണ്യവാനും കൃപാലയവുമാണെന്ന് വചനം പഠിപ്പിക്കുന്നു. കർത്താവേ, ഏതൊരു പാപിക്കും നിൻ്റെ ഹൃദയത്തിൽ ഇടപെട്ട് അനുദപിച്ച് നിൻ്റെ പക്കലേക്ക് തിരിച്ചു വരുമ്പോൾ ഉപേക്ഷിക്കാതെ നീ കാത്തുകൊള്ളും, ഉപേക്ഷിക്കാതെ നീ ചേർത്ത് പിടിക്കും. ആ ഒരു വലിയ ബോധ്യത്തിലാണ് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. കർത്താവേ, ഞങ്ങളെല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും നിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ ആശീർവാദത്തിനും നിൻ്റെ കാരുണ്യത്തിനുമായി താൻ നിൻ്റെ മുമ്പിലായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ കരുണക്കടലിൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവേ, നിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായി ഞങ്ങൾ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മുമ്പിൽ ശിരസ്സ് കുനിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.